സംഗീത ചിത്രരചനയിൽ ചിത്രം വരയ്ക്കുകയാണ് കോന്നി ഇളകള്ളൂർ നെല്ലിമുട്ടിൽ വടക്കേതിൽ ഷാലു സരീഷ്. വിവാഹം കഴിഞ്ഞ കുടുംബിനിയാണെങ്കിലും ചിത്രരചന കൈവിട്ടിട്ടില്ല ഈ ചിത്രകാരി. ഹലോ, നമസ്തേ. എൻ്റെ പേര് ഷാലു. ഞാനാണെങ്കിൽ പത്തനംതിട്ടയിലെ ഇളകള്ളൂർ എന്ന സ്ഥലത്താണ് ഉള്ളത്. ഞാനാണെങ്കിൽ വരയ്ക്കാനാണ് ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു. കൂടുതൽ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ വരച്ച് ഒരു മ്യൂറലിലോട്ടാണ് ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. മ്യൂറലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. കൊട്ടാരക്കര രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഷാലു. വീടിനകത്ത് ഷാലു വരച്ച പ്രമുഖരുടെ നിരവധി ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രകൃതി ഭംഗി നിറഞ്ഞ ചിത്രങ്ങൾ, നാട്ടിൻപുറ കാഴ്ചകൾ, കഥകളി രൂപങ്ങൾ, യേശുക്രിസ്തു, ശിവപാർവതി തുടങ്ങിയ ചിത്രങ്ങൾ ഷാലുവിന്റെ ചിത്രരചനയിൽ വേറിട്ട് നിൽക്കുന്നു. ചെറുപ്പം മുതൽ ഞാനൊരു 7ാം ക്ലാസ്സൊക്കെ തൊട്ട് തന്നെ ഞാൻ വരയ്ക്കാറുണ്ട്. അവിടുന്ന് തന്നെ ഓരോ പ്രോഗ്രാംസിലൊക്കെ വിൻ ചെയ്യാറുണ്ട്. അവർക്ക് കുറേ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിൽ എനിക്ക് കൂടുതലും വരയെക്കുറിച്ച് മറ്റു മേഖലകളിലോട്ട് തിരിയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇതൊരു പ്രൊഫഷൻ രീതിയിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൊട്ടാരക്കരയിൽ രവിവർമ്മ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ഫൈനിൽ ഞാനിപ്പോൾ TTC ഡിപ്ലോമയ്ക്ക് ഫസ്റ്റ് ഇയർ ആണ്. അവിടെ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ആക്രിലിക് പെയിന്റിംഗ് എന്നിവ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ ഏറെയും വരച്ചിട്ടുള്ളത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലിരുന്ന് വരച്ച ചിത്രം അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഷാലുവിന്റെ കഴിവ് തിരിച്ചറിയുന്നത്. അന്ന് അധ്യാപിക പ്രോത്സാഹനം നൽകിയതോടെ ഈ രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. വരച്ച ചിത്രങ്ങൾ ഏറെയും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട്. അത് കണ്ട് ആളുകൾ പടം വരയ്ക്കാൻ നൽകാറുമുണ്ട്. ചിത്രരചനയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ഷാലു പഠനാവശ്യങ്ങൾക്കായിട്ടാണ് മാറ്റിവെക്കുന്നത്. ഈ 2 പിക്ചേഴ്സാണ് ഞാൻ സെയിലിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഒരാൾ ഓർഡർ തന്ന അനുസരിച്ച് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതാണെങ്കിൽ ശിവന്റെ ആണെങ്കിൽ ആദിയോഗിയുടെ പിക്ചറാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യാൻ തന്നതാണ്. അപ്പോൾ ഞാനത് സെയിൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്കൊരു ഇതുപോലെ നമ്മൾ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാനത് ചെയ്ത് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതിൻ്റെ അവിടെ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടേക്കുന്നതാണ്.